ഒരു ചുവരിന്റെ അപ്പുറം ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടവും ഇപ്പുറത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാലഘട്ടവും. വളരെ രസകരമായി ഈ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിലെ ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു മോഡേൺ പെൺകുട്ടിയുടെയും പഴയ കാലത്തെ ഒരു രാജാവിന്റെയും കഥ വളരെ രസകരമായി പറഞ്ഞ 2022 റിലീസായ ലവ് ഫോർ ടു ലൈഫ്സ് എന്ന ഒരു ഫാന്റസി കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് പഴയ കാലത്തെ ഒരു രാജകൊട്ടാരം കാണിച്ചുകൊണ്ടാണ്. അവിടെ എല്ലാവരും രാജകുമാരന്റെ കല്യാണം നടത്താനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്താണ് രാജകുമാരനെ കല്യാണം കഴിക്കേണ്ട പെൺകുട്ടി കൊട്ടാരത്തിലെ ഒരു ഭടന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന വാർത്ത അറിയുന്നത്. പക്ഷേ രാജകുമാരന്റെ കല്യാണം ഇന്ന് തന്നെ നടത്തിയേ തീരൂ. എന്ത് ചെയ്യും? മറ്റൊരു പെൺകുട്ടിയെ പകരം കണ്ടുപിടിക്കാമെന്ന ഡിസ്കഷൻ വരുമ്പോൾ കൂടുതൽ പേരും രാജകുമാരന്റെ മുറപ്പെണ്ണായ ഫെറിയെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി സജഷനായി പറയുമ്പോൾ ഫെറിക്ക് മനസ്സിലെ ലെഡ് പൊട്ടുന്നുണ്ടെങ്കിലും അവൾ ഞാനായിട്ടൊന്നും പറയില്ല, എല്ലാം എന്റെ ആന്റി തീരുമാനിക്കുന്ന പോലെ ആകട്ടെ എന്ന് രാജകുമാരന്റെ അമ്മയെ സോപ്പിടുന്നു. നീ എന്റെ മകന്റെ ഭാര്യയാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കഥാനായകനും രാജകുമാരനുമായ വാങ്ങിന് അതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ രാജകുമാരിയെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാമെന്ന് വാൻ പറയുന്നു. പക്ഷെ അധികം സമയമില്ല, ഇന്ന് തന്നെ കല്യാണം നടത്തണം. എന്ത് ചെയ്യുന്ന ആകെപ്പാടെ ടെൻഷൻ. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പുരാതന കാലത്ത് നിന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ നമ്മുടെ കഥാനായികയായ യോയെ കാണുന്നത്. അവളാണെങ്കിൽ ഇന്ന് ആകെപ്പാടെ പൊട്ടി തകർന്നിരിക്കുകയാണ്. അവളുടെ ആകെപ്പാടെ ഉണ്ടായിരുന്ന ജോലിയും പോയി, അവളുടെ റൂംമേറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിനെ അടിച്ചോണ്ടും പോയി. അങ്ങനെ മൊത്തത്തില് ഡിപ്രഷൻ അടിച്ച് ബാത്ടബില് വെള്ളത്തിൽ മുങ്ങിയിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. ഒരു റൂംമേറ്റിനെ വേണം, എന്നാലേ എക്സ്പെൻസ് ഒക്കെ ഷെയർ ചെയ്തെടുക്കാൻ സാധിക്കൂ. കൂടാതെ ബോയ് ഫ്രണ്ടും പോയില്ലേ. ഇവൾക്കാണെങ്കിൽ വളരെ ഫേവറേറ്റ് ആയ ഒരു K-pop താരമുണ്ട്. അയാളുടെ പേര് വാങ് എന്നാണ്. വാങ്ങിനെ പോലെയുള്ള നല്ലൊരു ബോയ് ഫ്രണ്ടിനെ തനിക്ക് തരണേന്ന് അവൾ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശക്തമായ ഇടിമിന്നൽ അടിക്കുന്നത്. ആ ടീം ഒരു ഭൂമികുലുക്കം പോലെ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ റൂമിന്റെ ചുവരിൽ മറ്റൊരു ചുവര് വന്ന് ചേരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ഭൂമി കുലുങ്ങുന്നു എന്ന് പേടിച്ച് ബാത്ടബിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ റൂമിന്റെ കൂടെ മറ്റൊരു സ്ഥലം ചേർത്ത് വെച്ചതുപോലെ മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പേ മാറിയിരിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ അങ്ങോട്ട് നടക്കുന്നു. അങ്ങനെ നടന്ന് അവിടെ കണ്ട കതക് തുറന്ന് മുന്നോട്ട് പോകുന്ന അവൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പുരാതന കാലത്തേക്കാണ്. അവളിപ്പോൾ കറക്റ്റായി രാജകുമാരന്റെ വിവാഹത്തെ പറ്റി ചർച്ച നടന്ന് ആ ഒരു വേദിയിലേക്ക് തന്നെ നടന്നു വരുന്നു. പക്ഷെ അവൾക്കിത് താൻ ടൈം ട്രാവൽ ചെയ്ത് വർഷങ്ങൾ പഴയ സമയത്തേക്ക് പോയെന്ന് അറിയില്ലല്ലോ. അവൾ ഒന്നാമത് ഡ്രിങ്ക്സ് അടിച്ചും കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താ വല്ല സിനിമ സെറ്റും ആണോ, ആരെവിടെ സിനിമ സെറ്റ് ഇട്ടത് എന്ന രീതിയിൽ ആലോചിച്ച് വന്ന് കറക്റ്റായി ആ ഒരു സദസ്സിൽ വന്ന് നിൽക്കുന്നു. ഇവളെ കണ്ടപാടെ അവിടെ ഉള്ളവരും ഷോക്കാവുന്നു. കാരണം രാജകുമാരനെ കല്യാണം കഴിക്കാതെ ഒളിച്ചോടിപ്പോയ അതേ പെൺകുട്ടിയുടെ മുഖച്ഛായയാണ് ഇപ്പോൾ വന്ന ഈ പെൺകുട്ടിക്കുള്ളത്. പക്ഷെ വേഷവും മട്ടും ഭാവവും മാത്രം വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ഇവളും ഇവരെയൊക്കെ കണ്ട് ഇതെന്താ വല്ല ഹിസ്റ്റോറിക്കൽ സിനിമയുടെ ഡ്രാമയുടെ ഷൂട്ടിംഗ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് തന്നെ തേച്ചിട്ട് പോയ ആളല്ല, മറ്റാരോ ആണെന്ന് രാജകുമാരനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും തന്റെ മാമന്റെ മോളെ വിവാഹം കഴിക്കാതെ രക്ഷപ്പെടാനായി ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞ രാജകുമാരൻ അവളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഫെറിക്കാണെങ്കിൽ കയ്യിൽ കിട്ടിയത് വായിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ ആകെപ്പാടെ രാജകുമാരനെ കെട്ടാന്ന് ഓർത്തിട്ട് അത് മിസ്സായല്ലോ എന്ന സങ്കടവും. അങ്ങനെ ഈ പെൺകുട്ടിയും കൂട്ടി തന്റെ അരമനയിലേക്ക് എത്തുന്ന സമയത്താണ് രാജകുമാരൻ അവിടെ തന്റെ അരമനയും മറ്റൊരു റൂമും തമ്മിൽ മിക്സ് ആയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഷോക്കാവുന്നത്. എങ്ങനെ യോയുടെ റൂമിൽ മാറ്റം വന്നോ അതേപോലെ തന്നെ രാജകുമാരന്റെ കൊട്ടാരത്തിലെ റൂമിലും മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. മോഡേൺ കാലഘട്ടത്തിലെ വീടും പണ്ടത്തെ രാജകൊട്ടാരത്തിലെ റൂമും ഒന്നിച്ചു വെച്ച പോലെയാണ് ഇപ്പോൾ അവിടുത്തെ സെറ്റപ്പ്. മോഡേൺ കാലഘട്ടത്തിലെ ആ റൂമും കാര്യങ്ങളും കണ്ട് രാജകുമാരൻ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രത്തോളം ടെക്നോളജി പുരോഗമിക്കുമെന്ന് അന്നത്തെ കാലത്ത് രാജകുമാരൻ അറിയില്ലല്ലോ. പുള്ളി അവിടുത്തെ ജനൽ തുറന്നു നോക്കുമ്പോൾ രാത്രിയിലെ സിറ്റിയിലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് ആകെ അന്തം വിടുന്നു. കാരണം പുള്ളിക്കാരന്റെ കാലഘട്ടത്തിൽ അങ്ങനൊന്നുമില്ല. ഇത് ടൈം ട്രാവൽ ആണെന്ന് പുള്ളിക്കൊട്ട് അറിയേയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ എന്തോ പന്തികേട് തോന്നി രാജകുമാരൻ കെട്ടിയിടുകയാണ്. അന്ന് നന്നായി തന്നെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് യോ ആകെ പേടിക്കുന്നു. ആരാടോ താൻ എന്റെ വീട്ടിലിരിക്കുന്നത്, താൻ എന്നെ കെട്ടിയിട്ടിരിക്കുന്നതെന്നെല്ലാം അവള് ചോദിക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ട് രാജകുമാരൻ തിരിയുന്നത്. തന്റെ ഫേവറേറ്റ് K-pop താരമായ വാങ്ങിനെ പോലെ തന്നെയുള്ള ഇയാളെ കണ്ട് അത് വാങ്ങാണെന്ന് കരുതി അവൾ യോ വാങ്ങോ, നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾ നിങ്ങളുടെ ഫാനിനെ കാണാനായിട്ട് വന്നതാണോ? പക്ഷെ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഫാനായ എന്നെ കാണാനായിട്ടാണോ നിങ്ങൾ വന്നത്? പക്ഷെ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോഴാണ് അവിടുത്തെ വാക്യൂം ക്ലീനർ മുൻകൂട്ടി ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഓണായി ക്ലീൻ ചെയ്യാനായി തുടങ്ങുന്നത്. ഇത് കണ്ട് പേടിക്കുന്ന രാജകുമാരൻ തന്റെ വാളെടുത്ത് ഒരൊറ്റ വെട്ട് വാക്യൂം ക്ലീനർ 2 തുണ്ടായി. ഈ സമയത്ത് ഇതെന്താ വാങ് ഒരു വട്ടനെ പോലെ പെരുമാറുന്നതെന്ന് യോ ചിന്തിക്കുന്നു. അങ്ങനെ പിന്നീടാണ് രണ്ടുപേർക്കും ഇങ്ങനെ ടൈം ട്രാവലിന്റെ കാര്യം മനസ്സിലാവുന്നത്. എങ്ങനെയോ ഈ 2 കാലഘട്ടങ്ങളും കൂടി ഇപ്പോൾ
ഒന്നിച്ച് കൂട്ടിമുട്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് മോഡേൺ വേൾഡും മറ്റൊരു ഭാഗത്ത് ഹിസ്റ്റോറിക്കൽ വേൾഡും. എന്തായാലും അപ്പോഴേക്കും ഒളിച്ചോടി പോയ രാജകുമാരി തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ആ രാജകുമാരിയാണ് ഇനി രാജകുമാരൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന വാർത്ത നാട്ടിലൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫെറിക്ക് ഒളിച്ചോടി പോയവളല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഇത് മറ്റെന്തോ ഗുലുമാലാണ്. രാജകുമാരൻ തന്നെ കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് ആരെയോ ഇറക്കിയതാണെന്നൊരു തോന്നലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് സ്ഥിരീകരിക്കാനായി അവൾ അടുത്ത ദിവസം തന്നെ രാവിലെ രാജകുമാരന്റെ അരൺമനയുടെ അവിടേക്ക് ചെല്ലുന്നു. അവിടെയാണെങ്കിൽ അകത്തേക്ക് കയറി വന്നാല് ഇങ്ങനെ ആകെപ്പാടെ ടൈം ട്രാവലിന്റെ കോലാഹലം മൂലം രണ്ട് കാലഘട്ടങ്ങളും കൂടി ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത് ഇവള് കാണാതിരിക്കാനായി അവളെ അകത്തേക്ക് കടക്കാതെ പുറത്തു നിർത്തി രാജകുമാരൻ സംസാരിക്കാണ്. ആ ടീം രാജകുമാരി എല്ലാ വർഷവും റാണിയുടെ ബർത്ത്ഡേക്ക് പെർഫോം ചെയ്യാറുള്ളത് ഇത്തവണയും ചെയ്യുമല്ലോ അല്ലേ, റാണിയുടെ ബർത്ത്ഡേ ഇങ്ങ് അടുക്കാറായെന്ന് ഫെറി പറയുമ്പോൾ തീർച്ചയായും ചെയ്യും എന്ന് പറഞ്ഞ് രാജകുമാരൻ ഫെറിയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം തന്റെ സ്റ്റാഫിനോട് ഞാൻ പറയാതെ ആരെയും എന്റെ റൂമിനകത്തേക്ക് കയറ്റി വിട്ടേക്കരുതെന്ന് പ്രത്യേകം പറയുന്നു. ഈ ടീം ഫെറിയോട് നീ എന്റെ രാജകുമാരിയെ ഇപ്പോൾ അഭിനയിച്ചേ പറ്റൂ, നിന്റെ എന്റെയും തെറ്റല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂട്ടിമുട്ടിയ സ്ഥിതിക്ക് നീ എന്നെ സഹായിച്ചേ പറ്റൂവെന്ന് രാജകുമാരൻ പറയുന്നു. ഫെറി ആദ്യം സമ്മതിക്കുന്നില്ല. ഇത് കണ്ടോ, രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ വെളിയിൽ ഒരാളെ ഭടന്മാര് പിടിച്ച് ടോർച്ചർ ചെയ്യുന്നത് രാജകുമാരൻ കാണിക്കുമ്പോഴേക്കും ഇവളുടെ ബോധം പോകുന്നു. അങ്ങനെ ഇവള് പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വലിയൊരു കട്ട എടുത്തു വെച്ചിട്ട് അത് കൈകൊണ്ട് തല്ലിപ്പൊട്ടിക്കണം, അതാണ് ഒളിച്ചോടിപ്പോയ എന്റെ രാജകുമാരി ചെയ്യാറുണ്ടായിരുന്നതെന്ന് രാജകുമാരൻ പറയുമ്പോൾ വല്ല ഹൾക്കിന്റെ മോളെയായിരുന്നോ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്നതെന്ന തോന്നലാണ് അവൾക്ക് ആദ്യം ഉണ്ടാവുന്നത്. അവൾ അത് പ്രാക്ടീസ് ചെയ്ത് കൈ നോവുന്നു എന്നല്ലാതെ അവൾക്കൊന്നും തന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടാതെ രാജകുമാരൻ ഫെറിക്ക് ഇനി കൂടുതൽ ഡൗട്ട് തോന്നി അവൾ ചികഞ്ഞോണ്ട് വരാതിരിക്കാനായി യുവിനെ കൊണ്ട് പഴയ കാലത്തെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവളെ ആ രീതിയിൽ ഒരുക്കിയെടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അതിന്റെ ഇടയിൽ എസ്കേപ്പ് ആകാനായിട്ട് ഇടയ്ക്ക് തന്റെ റൂമിലേക്ക് ചെന്ന് എന്ത് ചെയ്യാന്ന് ആലോചിക്കുന്നു. ആ സമയത്താണ് അവിടെയുള്ള ഫ്രിഡ്ജും അതിലിങ്ങനെ തണുപ്പുള്ള കാര്യമൊക്കെ രാജകുമാരൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് ഫ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവളാകട്ടെ രാജകുമാരന്റെ കണ്ണിലേക്ക് പെട്ടെന്നൊരു സ്പ്രേ ബോട്ടിൽ എടുത്ത് അടിച്ച് രാജകുമാരന്റെ കണ്ണ് വെട്ടിച്ച് ഡോർ തുറന്ന് മോഡേൺ വേൾഡിലേക്ക് ഓടിപ്പോകാനായി നോക്കുന്നുണ്ട്. പക്ഷെ ഇവളുടെ റൂമിന്റെ ഡോറ് രാജകുമാരൻ പന്തികേട് മനസ്സിലാക്കി മുന്നേ തന്നെ ലോക്കിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അവള് അബദ്ധം മനസ്സിലായി രാജകുമാരനോട് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കൈയബദ്ധം പറ്റിയതാണ്, സോറി എന്ന് പറയുമ്പോൾ രാജകുമാരൻ വാളെടുത്ത് ഇവളുടെ അടുത്തേക്ക് എത്തുന്നു. ഇവള് പേടിച്ച് തിരിയുമ്പോഴേക്കും അവിടെ ഷോക്കേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസ് ഇവളുടെ ദേഹത്തേക്ക് വീഴാനായി വരുമ്പോൾ രാജകുമാരൻ അത് കൈ കൊണ്ട് തടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ മുറിവേൽക്കുന്നു. അത് കണ്ട് ഇവള് രാജകുമാരന് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്ന സമയം ശരി ഞാൻ അഭിനയിക്കാം, പകരം നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞ എന്റെ ക്ലീനർ വാങ്ങിക്കാനുള്ള കാശും പിന്നീട് നിങ്ങളുടെയും എന്റെയും റൂമുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചുമരുണ്ടാക്കാനുള്ള കാശും എനിക്ക് തരണമെന്ന് പറയുമ്പോൾ രാജകുമാരന് സമ്മതിക്കുന്നു. അവള് പിങ്കി പ്രോമിസ് ചെയ്യുന്നു പറഞ്ഞ് കൈ കാണിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത രാജകുമാരൻ പക്ഷെ അവള് പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് റാണിയുടെ ബർത്ത്ഡേ ദിവസം ആ ഒരു പെർഫോമൻസ് യു നടത്തേണ്ട സമയമാകുന്നു. അവളാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്നൊരു മടിയില് അതിൽ നിന്ന് സ്കിപ്പ് ആവാനായി അവിടെ നിന്ന് ബർത്ത്ഡേ വിഷൊക്കെ ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെറി ആണെങ്കിൽ ഇവൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഇത് രാജകുമാരൻ പറഞ്ഞ പോലെ ഒളിച്ചോടിപ്പോയ റാണി തിരിച്ചു വന്നതാണോ എന്ന് അറിയാനെന്നൊക്കെ മനസ്സിൽ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് യു അത് അടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന ഫെറിക്ക് തന്നെ ഒരു ഡൗട്ട്, ഇനി ഇത് യഥാർത്ഥ രാജകുമാരി ആണോ എന്ന്. അടുത്തതായി മറ്റൊരു ടെസ്റ്റ് ഫെറി പറഞ്ഞത് പ്രകാരം സഡനായി യുവിന് നൽകാനായി റാണി തിരിയുന്ന സമയത്താണ് ഇതിൽ പണി വാളുവെന്ന് മനസ്സിലാക്കുന്ന രാജകുമാരൻ അതിൽ ഇടപെടുന്നത്. റാണി ക്ഷമിക്കണം, ഇത് ഓടിപ്പോയ രാജകുമാരിയല്ല, പക്ഷെ ഈ പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, കല്യാണം നടത്തി തരണം, ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്നെല്ലാം രാജകുമാരൻ പറയുമ്പോൾ റാണിക്ക് തന്നെ ഇഷ്ടമായില്ലെങ്കിൽ മുന്നത്തെ ആ ഒരാളെ ശിക്ഷിച്ചതുപോലെ തന്നെ ശിക്ഷിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫെറിയും അവിടെ കിടന്ന് അഭിനയിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലാണ്, കല്യാണം കഴിപ്പിച്ചു തരണം, ഞങ്ങളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നെല്ലാം അവളിങ്ങനെ പറയുന്നത് കേട്ട് രാജകുമാരൻ ഷോക്കാവുന്നു. ഇവൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്, വെറുതെ ഓവർ ആവില്ലെന്ന് രാജകുമാരൻ അവളെ ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും അവള് മൈൻഡ് ചെയ്ത് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ടീം റാണി എന്തായാലും പരസ്പരം ഇഷ്ടമാണെന്ന് പറയുന്നു, കുഞ്ഞുണ്ടെന്ന് പറയുന്നു, പിന്നെ ഞാനെന്ത് പറയാനാ, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുമ്പോഴാണ് രാജകുമാരന് സമാധാനമാകുന്നത്. അങ്ങനെ പിന്നീട് തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞ യു രാജകുമാരനോട് അപ്പോ എന്റെ പണി കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പോട്ടെ, നിങ്ങൾ എനിക്ക് കാശൊന്നും തന്നില്ലാലും വേണ്ട, എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി, മുന്നേ ജസ്റ്റ് മിസ്സിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ചാവാതെ രക്ഷപ്പെട്ടത്, കണ്ടില്ലേ രണ്ടാമത്തെ ടെസ്റ്റ്, എന്റെ നേരെ അമ്പ ചെയ്യാനായിട്ട് വന്ന ആ ആളുകളെ ഞാൻ തടയണമെന്ന് എങ്ങനെ പറ്റും, എനിക്കതൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് ജീവനോടെ പോയാൽ മതി, എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് അവള് പറയുമ്പോൾ 2 മാസം കൂടി നീ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യണമെന്ന് രാജകുമാരൻ പറയുന്നു. അവള് എനിക്ക് കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ എന്നെ ശല്യം ചെയ്യുന്നതെന്ന് ദേഷ്യപ്പെടുന്ന സമയത്താണ് അവൾക്ക് ബാങ്കിൽ നിന്ന് കോൾ വരുന്നത്. ഇവള് ലോണിന്റെ EMI അടയ്ക്കാനുള്ള കാര്യം പറഞ്ഞ് ബാങ്കുകാരെ അവളെ ചീത്ത പറയുന്നു. താൻ തന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാലും ഈ കടബാധ്യതകൾ കാരണം ആകെപ്പാടെ പെടുന്ന അവസ്ഥയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് കാശുണ്ടാക്കാന്ന് കരുതി അവള് രാജകുമാരനോട് എനിക്ക്
എനിക്ക് സമ്മതാ, പക്ഷെ എനിക്ക് ക്യാഷ് നന്നായിട്ട് വേണം. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിന്റെ റൂം ഷെയർ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ പല ബില്ലും കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രയും കൂടി ചേർത്ത് അവള് 10,000 രൂപ എനിക്ക് നിങ്ങൾ തരണമെന്നും പറഞ്ഞ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായി പറയുമ്പോൾ രാജകുമാരന് സമ്മതിക്കുന്നു. അങ്ങനെ പിന്നീട് തന്റെ കയ്യിലുള്ള മോഡേൺ സാധനങ്ങൾ കൊണ്ട് കൊട്ടാരത്തിലുള്ള തോഴിമാരെ അമ്പരിപ്പിക്കുന്നു. ലൈറ്റർ, ടോർച്ച്, അങ്ങനെ പലതും കാണിച്ച് അവൾ അവിടെ വലിയ ഗമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കാണുന്ന ഫെറി ഇവളൊരു വിച്ചാണെന്നും പറഞ്ഞ് അവിടെ ആളുകൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തുന്നു. രാജകുമാരൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് റാണിയെ സോപ്പിട്ട് ആളുകളെയും കൂട്ടുപിടിച്ച് ഇവൾ ആ യുവിനെ തൂക്കിക്കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഇവളുടെ കയ്യിൽ മുന്നേ കണ്ട മോഡേൺ സാധനങ്ങളൊക്കെ കണ്ട് ഇവര് അതൊക്കെ വിച്ചസ് ഉപയോഗിക്കുന്ന ദുർമന്ത്രവാദത്തിന്റെ കാര്യങ്ങളാണെന്നും കൂടി തെറ്റിദ്ധരിച്ച് അവളെ തൂക്കിക്കൊല്ലാനായി ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാജകുമാരനെത്തി യുവിനെ രക്ഷിക്കുന്നത്. ഈ വിച്ചിനെ നീ എന്തിനാ രക്ഷിക്കുന്നതെന്ന് റാണി ദേഷ്യപ്പെടുമ്പോ എല്ലാവരോടും ഞാൻ വിച്ചല്ല, ഞാനൊരു ഏഞ്ചലാ, എന്നെ ഒരു ഏഞ്ചൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, അതിനുള്ള പ്രൂഫ് എവിടെയെന്ന് അവര് ചോദിക്കുമ്പോ ഇവള് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോകുന്നു. 10 മിനിറ്റ് വരാമെന്ന് പറഞ്ഞ് പോയവളെ കാണാതാകുമ്പോ അവളേതോ തട്ടിപ്പുകാരിയത് കണ്ടില്ലേ എസ്കേപ്പ് ആയി പോയതെന്ന് എല്ലാവരും രാജകുമാരനെ കളിയാക്കുന്നു. രാജകുമാരനും ഇവളെന്നെ പ്രശ്നത്തിലാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് ഒരു മാസ് എൻട്രി നടത്തുന്നത്. ഇതുപോലെ കാലിന്റെ അടിയില് ചക്രവും കയ്യില് വലിയൊരു തിളക്കവും ഒക്കെ ആയിട്ട് വരുന്ന ഇവളെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു. കൂടാതെ അവൾ അവിടെ ഒരു പ്രൊജക്ടറും സെറ്റ് ചെയ്ത് അതുവഴി ഒരു ഏഞ്ചല് സംസാരിക്കുന്ന പോലെ വീഡിയോയും ആക്കിയിട്ടുണ്ട്. അതിന് വോയിസ് ഓവറും ഇവള് തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട ഏഞ്ചലാണ്, അവളെ നിങ്ങൾ വിഷമിപ്പിച്ചാൽ എന്റെ കോപം നിങ്ങൾക്കുണ്ടാകുമെന്നെല്ലാം ഏഞ്ചൽ ഇങ്ങനെ വീഡിയോയിലൂടെ പറയുന്ന കേൾക്കുന്ന ഇവരെല്ലാം കുമ്പിട്ട് നിൽക്കുന്നു. കാരണം പഴയ കാലത്ത് ഇങ്ങനെ ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഫെറി എരിവരി കയറ്റി കൊടുക്കുന്നതുകൊണ്ട് റാണിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം ഇത് കണ്ട് വിശ്വസിച്ച് നിൽക്കുന്നത് കണ്ട് റാണിയും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞ് യുവൻ രാജകുമാരനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുവിന് ഒരു ഫോൺ കോൾ വരുന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവളെ തേച്ചിട്ട് റൂംമേറ്റുമായി കടന്നു കളഞ്ഞ അവളുടെ എക്സ് ആണ്. നമ്മുടെ സ്കൂൾ ബാച്ചിന്റെ റിയൂണിയൻ വരുന്നുണ്ട്, നീ ആ പരിസരത്തേക്ക് വന്നു പോരുത്. ഞാൻ എന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ നിന്റെ റൂംമേറ്റ്, അവളുമായിട്ടാ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ആയിരിക്കും നാണക്കേട്, അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു കാണുന്നെല്ലാം ഇവൻ പറഞ്ഞ് ഇവളെ ഒരുമാതിരി കളിയാക്കി ഫോൺ കോൾ കട്ട് ചെയ്യുമ്പോൾ ഇവക്ക് വലിയ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നു. അത് കാണുന്ന രാജകുമാരൻ കാര്യം തിരക്കുമ്പോൾ അവള് തന്നെ തേച്ചിട്ട് പോയ കാമുകന്റെ കഥയൊക്കെ പറയുന്നു. ഒടുക്കം രാജകുമാരൻ അവൾക്ക് വേണ്ടി അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലെ വേഷം ധരിച്ച് പ്രോഗ്രാമിന് കൂടെ ചെല്ലാനായി തയ്യാറാകുന്നു. കാരണം അങ്ങനെ ചെയ്താൽ ഇവൾക്ക് എക്സിന്റെ മുന്നിൽ ഒന്ന് ഗമ കാണിക്കാലോ. അതിനായിട്ട് ഒരു നല്ല ഷോപ്പിൽ കൊണ്ടുപോയി രാജകുമാരന് നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അവള് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് നിൽക്കുന്ന രാജകുമാരനെ കണ്ടാല് ആ വാങ്ങുന്ന കേപ്പോപ്പ് താരമല്ല എന്ന് ആരും പറയത്തുമില്ല, അത്രയ്ക്ക് സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ കാറില് വെന്യൂന്റെ അവിടെ ഇവര് ചെന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ആ ഒരു യാത്രയെ മുന്നേ പരിചയമില്ലാതിരുന്ന രാജകുമാരൻ ഛർദ്ദിച്ച് അവിടെ അവശനായി ഇരിക്കുന്നു. ഇവള് എന്നാ ശരി ഞാനിപ്പോ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഇവളുടെ എല്ലാ ഫ്രണ്ട്സും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്യാണ്. കൂട്ടത്തിൽ ആ എക്സും റൂംമേറ്റും അവിടെ കിടന്ന് മഹാഷോ. അതൊക്കെ കണ്ട് ഇവള് ഒരുമാതിരി അവിടെ ഇരിക്കുമ്പോഴാണ് ആ സമയം അവിടെയുള്ള ഇവളുടെ ഒരു ക്ലാസ്മേറ്റ് എത്തി, ഇത് കണ്ടില്ലേ എല്ലാവരും ഇവിടെ കമ്മിറ്റഡ് ആണ്, നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് കേട്ടല്ലോ, അവനിപ്പോ പുതിയൊരു പെണ്ണിനെ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്, നീ ഫ്രീ ആണെങ്കിൽ നീ എന്നെ ഡേറ്റ് ചെയ്തൊന്നും പറഞ്ഞ് അവളുടെ അടുത്ത് പഞ്ചാര അടിച്ചോണ്ടിരിക്കുമ്പോ അത് ഇവളെ തേച്ച ആ ഒരു റൂംമേറ്റ് കാണുന്നു. ഇവര് തമ്മിൽ ഡേറ്റിംഗ് തുടങ്ങിയോ, നല്ല പൊരുത്തവാ, നല്ല ജോഡിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കി എല്ലാവരെയും വിളിച്ചുകൂട്ടി മോശമായി ഇവളെ സംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നറിയില്ല. ഞങ്ങളെ ഡേറ്റിംഗ് ഒന്നും അല്ലാന്ന് അവള് പറയുന്നുണ്ടെങ്കിലും ആരും അത് മൈൻഡ് ആക്കുന്നില്ല, കളിയാക്കുന്നതിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. അങ്ങനെ ആകെപ്പാടെ അപമാനത്തെ ആയതുപോലെ ഫീലായി അവൾ അവിടെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാജകുമാരന്റെ എൻട്രി. അവനെ കണ്ടപാടെ കേപ്പോപ്പ് താരം വാങ്ങാണ് വന്നതെന്ന് കരുതി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആവുന്നു. റൂംമേറ്റ് വാങ്ങിന്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ വാങ് എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോഴേക്കും രാജകുമാരൻ അവളെ തട്ടിയിട്ടിട്ട് നേരെ യുവിന്റെ അടുത്തേക്ക് എത്തി എല്ലാവരുടെ മുന്നിൽ വെച്ച് യു മുന്നേ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗ് അടിക്കുകയാണ്. ഞാനും നിങ്ങളുടെ ഈ ക്ലാസ്മേറ്റ് ആയ യുവും തമ്മിൽ റിലേഷനിലാണ്, ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന്. അത് കേട്ട് എല്ലാവരും ചീർ ചെയ്യുന്നു. എല്ലാവരും കിസ് ചെയ്യാനായി ചീർ ചെയ്യുന്ന സമയം പെട്ടെന്ന് രാജകുമാരൻ യുവിനെ കിസ് ചെയ്യാനായി അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ജസ്റ്റ് മിസ്സിനെ കിസ് അടിക്കുന്നില്ല. അവളാണെങ്കിൽ ആകെ ആ സമയത്ത് പേടിച്ചു പോയിരുന്നു. എന്തായാലും പിന്നീട് കാറിൽ തിരിച്ചു പോകുമ്പോൾ തന്റെ കൂട്ടുകാരുടെ മുന്നിൽ തന്റെ അഭിമാനം സംരക്ഷിക്കാനായിട്ട് ഒരു മാസ് എൻട്രി നടത്തിയതിന് താങ്ക്സ് എന്നെല്ലാം അവള് പറയുന്നു. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രാജകുമാരൻ അവിടെ എന്താ ഇവിടെ എന്താന്നൊക്കെ ഈ സിറ്റി കണ്ട് ആകെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു രാജകുമാരനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിന്ന് കുറെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ആദ്യം അതൊക്കെ ഇതെങ്ങനെ കഴിക്കുന്നുള്ള തോന്നല്ല, കഴിക്കാനിരിക്കുന്ന രാജകുമാരൻ
രാജകുമാരൻ വലിച്ചു വാരിയാണ് പിന്നീട് കഴിക്കുന്നത്. അതിനുശേഷം കുറെ ഗെയിമൊക്കെ കളിച്ച് രാജകുമാരൻ പിന്നീട് യുവിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി അവൾക്ക് കുറെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്താണ് തിരിച്ച് ഇവരുടെ ആ ഒരു റൂമിലേക്ക് എത്തുന്നത്. ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് യു ഉള്ളതെങ്കിലും മുന്നേ നടന്ന കാര്യങ്ങൾ, അതായത് തന്റെ ബോയ് ഫ്രണ്ട് താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തന്റെ റൂംമേറ്റിന്റെ കൂടെ തന്നെ തേച്ചിട്ട് പോയല്ലോ എന്ന കാര്യം ഓർത്ത് അവളുടെ കണ്ണ് നിറയുന്നത്. അത് കാണുന്ന ഈ രാജകുമാരൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് അവൾക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. കാരണം താൻ ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോഴും തന്നെ ആശ്വസിപ്പിക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്ന കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് കൊട്ടാരത്തിലേക്ക് പോരിന് പോയിരുന്ന ജനറൽ ഷാ തിരിച്ചെത്തുന്നതാണ്. അത് അറിഞ്ഞ പാടെ ഫെറിയും റാണിയും ഒക്കെ വളരെ ഹാപ്പി ആകുന്നു. ഷാ എന്നാൽ ഇവർക്ക് പകരം വെക്കാൻ ആളില്ലാത്ത ഒരു പോരാളിയാണ്. അവന്റെ മുന്നിൽ ആരും മുട്ടുമുടക്കും. ഷായെ കൊണ്ട് ഈസിയായി ഏഞ്ചൽ എന്നും പറഞ്ഞ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആ വിച്ചിനെ തുരത്താമെന്നാണ് റാണിയും ഫെറിയും കണക്ക് കൂട്ടുന്നത്. ഫെറിക്കാണെങ്കിൽ രാജകുമാരനെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ പടത്തലവനിലും ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ റാണിയെ കൊണ്ട് ഷായോട് ഇവിടെ നീ ഇല്ലാത്ത സമയത്ത് ഒരുത്തി ഏഞ്ചൽ ആണെന്നും പറഞ്ഞ് കയറി കൂടിയിട്ടുണ്ട്. അവള് പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വിച്ചാണ്. അതുകൊണ്ട് അവളെ ഓടിച്ചു വിടണം. അവൾ ആള് കുറച്ച് ഭീകരയാണ്. അതുകൊണ്ട് തന്നെ നീ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നു. കൂടാതെ ഫെറിയും ഷായുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യില് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വസ്തുക്കളും ഉണ്ടെന്ന് പറഞ്ഞ് ലൈറ്ററും കാര്യങ്ങളും ഒക്കെ കാട്ടിക്കൊടുക്കുന്നു. കൂടാതെ അവളോട് ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്നും പറയുന്നുണ്ട്. ഇവർക്കിടയിൽ സംസാരം നടക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഉള്ളിൽ പരസ്പരം സംസാരിക്കാൻ ഒരു നാണം കലർന്ന മടി നമുക്ക് ഫീൽ ആകുന്നുണ്ട്. ഇത്രയും ഭീകരജീവിന്ന് എല്ലാരും പറയുന്ന അതാരായിരിക്കുമെന്ന് ചിന്തിച്ച് ഷാ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യുവിന്റെ വരവ്. ഇവളാണ് ആളെന്ന് മനസ്സിലാക്കുന്ന ഷാ ഉടനെ അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കെട്ടിയിടുന്നു. അവളാണെങ്കിൽ നിങ്ങളാരാ എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ? നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരു ഏഞ്ചലിനെ കെട്ടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ച് അവനെ പേടിപ്പിക്കാൻ നോക്കുമ്പോ ഉടനെ ഷാ മുന്നേ ഫെറി കൊടുത്ത ഇവളുടെ ലൈറ്റർ എടുത്ത് അവളുടെ മുന്നിലിരുന്ന് പുക വലിക്കുന്നു. അത് കണ്ടപാടെ ഇവൾക്ക് ഇയാള് ഹിസ്റ്റോറിക്കൽ പീരീഡിലുള്ള ഒരാളല്ല, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ ഇതുപോലെ പുക വലിക്കാൻ അറിയാം, ഈ ലൈറ്റർ ഉപയോഗിക്കാൻ അറിയാം എന്നൊക്കെ സംശയം തോന്നുന്നു. ആ സംശയം മനസ്സിലാക്കുന്ന ഷാ നീ കരുതുന്നത് പോലെ നിന്നെ പോലെ തന്നെ ഞാനും മോഡേൺ വേൾഡിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിയ ആളാണെന്ന് സത്യം വെളിപ്പെടുത്തുന്നു. തുടർന്ന് സംസാരിക്കുമ്പോഴാണ് മോഡേൺ വേൾഡിൽ യു ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ മുതലാളിയാണ് ഷാ എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ഷാ എന്തോ ഒരു കാര്യം കൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് ചെന്ന ശേഷം അവിടെ നിന്ന് തിരിച്ച് മോഡേൺ വേൾഡിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ അവിടെ തന്നെ പടത്തലവനായി ജോലി ചെയ്ത് വരികയാണ്. വളരെ കുറച്ചു നാളെ ഷായുടെ കമ്പനിയിൽ യു ജോലി ചെയ്തിട്ടുള്ളൂ. അവിടെ വലിയ ബോസായ ഇവനെ അവളാണെങ്കിൽ കണ്ടിട്ടില്ല. അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ട് തേച്ച അന്ന് തന്നെയാണ് ജോലിയും നഷ്ടപ്പെട്ടത്. അന്ന് കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടി കണ്ട് ഇഷ്ടപ്പെട്ട് അതുമായിട്ടാണ് വന്നത്. വെറും കൈയോടെ പോകണ്ട, എന്തായാലും ജോലി പോയി, എന്നാ ഇത് എടുത്തോണ്ട് പോയേക്കാന്ന് കരുതി അതും എടുത്തോണ്ട് വന്ന കാര്യമൊക്കെ അവള് പറയുമ്പോൾ അത് കേൾക്കുന്ന ഷാ ആകെ ഷോക്കാവുന്നു. എവിടെ അതെന്ന് ചോദിച്ച് അവളുടെ കൂടെ ആ ചെടിയുള്ള സ്ഥലത്തേക്ക് ഷാ പോകുന്നു. അത് അവളുടെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവള് കാണിച്ചു കഴിയുമ്പോഴാണ് ഷായ്ക്ക് സമാധാനമാകുന്നത്. ഷാ ഉടനെ അവളുടെ കെട്ടഴിക്കാനായി തുടങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് എത്തുന്ന രാജകുമാരൻ പടത്തലവൻ യുവിനെ എന്തോ ഉപദ്രവിക്കുകയാണെന്ന് കരുതി പടത്തലവനെ ആക്രമിക്കാനായി തുടങ്ങുമ്പോഴാണ് യു ഇടയിൽ കയറുന്നത്. അങ്ങനെ 3 പേരും ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം പറയുന്നു. ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഴയ പോരാളിയെ പോലെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയി പങ്കെടുക്കുന്ന യുദ്ധം എല്ലാം ജയിച്ചു വരുന്നതെന്ന് രാജകുമാരൻ ചോദിക്കുമ്പോൾ അതെല്ലാം മോഡേൺ ടെക്നോളജിയുടെ സഹായം കൊണ്ടാ. ഞാൻ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പഴഞ്ചൻ ടെക്നിക്കുകളെ തോൽപ്പിക്കാനായിട്ട് എനിക്കറിയാവുന്ന മോഡേൺ വിദ്യകൾ ഉപയോഗിച്ചാണ് ഞാൻ അവരെ തോൽപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു പോരാളിയൊന്നും അല്ലാന്ന് ഷാ വെളിപ്പെടുത്തുന്നു. മുന്നേ ഒരു ചെടി കണ്ടില്ലേ, ആ ചെടി ഷാ കണ്ടെത്തിയ ടൈം ട്രാവൽ മിഷൻ ആയിരുന്നു. അതാണെങ്കിൽ മുന്നേ രാജകുമാരൻ ഷായെ ഉപദ്രവിക്കാൻ നോക്കിയ സമയം തറയിൽ വീണ് പൊട്ടുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റാതാകുമോ എന്ന് യു ചോദിക്കുമ്പോൾ ഷായ്ക്ക് അതിനെപ്പറ്റി വലിയ പേടിയില്ല. കാരണം ഷായ്ക്ക് ഈ പഴയ കാലഘട്ടമാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവിടെ റാണി ഫെറിയോട് നമ്മുടെ പടത്തലവൻ ഷാ അവളുടെ കഥ കഴിച്ചിട്ടുണ്ടാകും എന്നെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരാകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് കഴിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. രാജകുമാരൻ ബിയറൊക്കെ നന്നായി കുടിക്കുന്നുണ്ട്. അങ്ങനെ ആകെ കിക്കായിരിക്കുന്ന സമയത്ത് നമുക്കെന്നാ ഒന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ എന്ന് ഷാ ചോദിക്കുന്നു. അങ്ങനെ അവരത് കളിക്കുമ്പോൾ ആദ്യം വരുന്നത് രാജകുമാരന്റെ ചാൻസ് ആണ്. നിങ്ങൾക്ക് ആരുടെയും ക്രഷ് ഉണ്ടോ, ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടമാണോ എന്ന് ഷാ ചോദിക്കുമ്പോൾ ഉള്ളിൽ യുവിന്റെ കാര്യം ഓർത്ത് രാജകുമാരൻ അതെ എന്ന് പറയുന്നു. ആരാതെന്ന് ഷാ ചോദിക്കുമ്പോൾ ഒരു ചോദ്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറ്റില്ല എന്ന് രാജകുമാരൻ പറയാണ്. ഈ സമയത്ത് വീണ്ടും ബോട്ടിൽ കറക്കി വിടുമ്പോൾ അടുത്ത ചാൻസ് ഷായുടേതായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാ മോഡേൺ കാലഘട്ടത്തിൽ നിന്ന് പഴയ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തോ ഒരു കാര്യം കാണുമല്ലോ, മിക്കവാറും അതേതെങ്കിലും പെണ്ണിന്റെ കാര്യമായിരിക്കുമല്ലോ എന്ന് യു കറക്റ്റായി ഗസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരാളെ ഇഷ്ടമാ എന്ന് ഷാ പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫെറിയുടെ പേരാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫെറിയെ രാജകുമാരന് ഇഷ്ടമാണോ എന്നറിയാൻ മുന്നേ രാജകുമാരനോട് നിങ്ങൾക്ക് ആരുടെയും ക്രഷ് ഉണ്ടോ, അതാരാണ് എന്നെല്ലാം ഷാ ചോദിച്ചത്. എന്തായാലും ഇവിടെ ഷായിക്ക് ഫെറിയെ ഇഷ്ടമാണെന്ന് അറിയുന്ന യുവും രാജകുമാരനും അവൾ ആള് തീരെ ശരിയല്ലല്ലോ എന്നെല്ലാം
പറയുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നതാ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഷാ പറയുന്നു. അങ്ങനെ പിന്നീട് ഡ്രിങ്ക്സ് അടിച്ച് ഉറങ്ങാനായി രണ്ടുപേരും ബെഡിൽ പോയി കിടക്കുന്നു. ഇവരുടെ ബെഡ് അടുത്തടുത്താണെങ്കിലും അതിന്റെ ഇടയിൽ ഒരു സ്ക്രീൻ ഇവര് സെപ്പറേറ്റ് ആക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഡ്രിങ്ക്സ് അടിച്ച് ആകെ മയങ്ങിയിരിക്കുന്ന യു ആ സ്ക്രീനൊക്കെ തട്ടിമറിച്ചിട്ട് രാജകുമാരന്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി വന്ന് കിടക്കാണ്. രാജകുമാരനും ഇവളോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവളെ വളരെ സ്നേഹത്തോടെ നോക്കുമ്പോൾ അവള് മയക്കത്തിന്റെ ഇടയിലും രാജകുമാരൻ എന്നെ ഇട്ടിട്ട് പോവരുത്, എനിക്കും അങ്ങേ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അത് കേട്ട് രാജകുമാരൻ വളരെ ഹാപ്പിയായി അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കം എണ്ണിക്കുമ്പോൾ രാജകുമാരന്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴാണ് അവൾക്ക് അയ്യോ ഇന്നലെ എന്താ സംഭവിച്ചേ എന്ന പേടിയാകുന്നത്. രാജകുമാരൻ നീ ഇന്നലെ എന്റെ അടുത്തേക്ക് വന്ന് കിടന്നിട്ട് എന്നെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞ് ഇവള് പെട്ടെന്ന് വിഷയം മാറ്റുന്നു. അങ്ങനെ ഇവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷാ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് മോഡേൺ വേൾഡിലേക്ക് കടക്കാനായിട്ട് അതുവഴി പോകുന്നത്. അങ്ങനെ പിന്നീട് ഇവരും ഇവരുടെ വഴിക്ക് പോകുന്നു. ഇവര് റൂമിലില്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് ഫെറി എത്താണ്. അവളാണെങ്കിൽ രാജകുമാരൻ കുറെ ആയിട്ട് റൂമിന്റെ പരിസരത്തേക്ക് ആരെ അടുപ്പിക്കുന്നില്ലല്ലോ, എന്തായിരിക്കും കാര്യം എന്നറിയാനായി അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഈ രണ്ട് വേൾഡും കണക്ട് ആയിരിക്കുന്നു. രണ്ട് തരം മുറികളുണ്ട്. അതൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവള് ഇതെന്താ രാജകുമാരന്റെ മുറിക്കകത്ത് വേറൊരു മുറിയെന്ന് ചിന്തിച്ച് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇവള് കണ്ടിട്ടില്ലാത്ത പല വസ്തുക്കളും ഉണ്ട്. അതിങ്ങനെ നോക്കി അതിശയിച്ച് നടക്കുന്ന അവൾ അവിടുത്തെ വാതിൽ തുറക്കുമ്പോൾ സിറ്റി കാണുന്നു. ഇതെന്തേത് പളവള മിന്നുന്ന സ്ഥലമോ എന്തേതെന്ന് മനസ്സിലാവാതെ അവൾ അതുവഴി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ വേറൊരു ലോകത്ത് വന്നുപെട്ട ഫീലാണ് അവൾക്ക്. റോഡും ആളുകളും വണ്ടിയും അങ്ങനെ പല പല കാര്യങ്ങളും. അവിടെയാണെങ്കിൽ രാത്രി സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിലൂടെ കള്ളു കുടിച്ച് നടക്കുന്ന ചില പയ്യന്മാർ ഇവളെ കണ്ട് അടുത്തേക്ക് എത്തുമ്പോൾ ഇവളാകെ പേടിച്ച് ഓടുന്നു. അങ്ങനെ റോഡ് എന്താ റോഡിലൂടെ വണ്ടി വന്നാ ഇടിക്കുമെന്നോ ഒക്കെ അറിയാത്ത ഇവള് റോഡിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നതിന്റെ ഇടയിൽ ഒരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ആരോ അവളെ പിടിച്ചു മാറ്റുന്നു. ആരാണ് അതെന്ന് നോക്കുമ്പോൾ അത് പടത്തലവൻ ഷായായിരുന്നു. ഷായെ കണ്ടപാടെ ഇവള് നിങ്ങളൊന്ന് പറഞ്ഞ് ആകെ ഷോക്കാവുന്നു. ഇതേ ടീം റൂമിൽ വന്നിരുന്ന രാജകുമാരനും യുവും സംസാരിക്കാണ്. ആ ടീം യുവിന് അറിയാവുന്ന ചില മരുന്നും കാര്യങ്ങളും ഒക്കെ അവള് രാജകുമാരന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം രാജകുമാരന്റെ നാട്ടില് ആളുകൾക്ക് അസുഖമാണ്, അത് ട്രീറ്റ് ചെയ്യാനും വേണ്ട മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അവർക്കില്ലല്ലോ. അപ്പൊ അതിന് ഇത് യൂസ് ആകുന്നു കരുതി അവളത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ രാജകുമാരൻ അവളെ വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോ അല്ല ഞാനൊരു സ്വപ്നം കണ്ടു, നീ എന്നെ ഉപേക്ഷിച്ചു പോകുന്ന പോലെ, പെട്ടെന്നൊരു ദിവസം നീ എന്റെ അടുത്ത് നിന്ന് ഇല്ലാതാകുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടു, അങ്ങനെ സംഭവിക്കുമെന്ന് രാജകുമാരൻ ചോദിക്കുമ്പോ മിക്കവാറും സംഭവിക്കും. റാണിയും ഫെറിയും കൂടി ചേർന്ന് എന്നെ എങ്ങനെ രാജകുമാരന്റെ അടുത്ത് നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാന്ന് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കല്ലേന്ന് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷായും ഫെറിയും എത്തുന്നത്. ഇവർ രണ്ടുപേരും കാണുന്നത്. ഇവർ രണ്ടുപേരും എന്തേ നടക്കുന്നതെന്ന് ആകെ ഷോക്കാവുന്നു. പിന്നീട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഫെറിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ടൈം ട്രാവൽ എന്നൊരു സംഭവമുണ്ട്. അതുവഴി മോഡേൺ കാലഘട്ടത്തിലെ ഷായും യുവും ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തി എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അവൾ അതിന്റെ ഇടയിൽ ഷായോട് ഇഷ്ടം തുറന്നു പറഞ്ഞ് അവനുമായി റിലേഷനിലായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവർക്ക് രണ്ടുപേർക്കും പ്രണയമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തുറന്നു പറയാൻ അവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും പണി ഒപ്പിച്ചു. എന്തായാലും ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു വിലങ്ങതടിയായി വരില്ല, റാണിയുമായി ചേർന്ന് യുവിനെതിരെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണം, ഞാനും ഇനി നിങ്ങളുടെ ഗ്രൂപ്പാണെന്നെല്ലാം ഫെറി പറയുമ്പോൾ ആദ്യം യു അതിന് തയ്യാറാക്കുന്നില്ല. കാരണം അമ്മാതിരി പോരാണ് റാണിയുടെ കൂടെ ചേർന്ന് യുവിനോട് ഫെറി കാണിച്ചിട്ടുള്ളത്. പക്ഷെ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിച്ച ക്ഷമിക്കണമെന്ന് രാജകുമാരൻ പറയുമ്പോൾ യുവും ക്ഷമിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുവിനൊരു ഫോൺ കോൾ വരുന്നത്. അവള് കോൾ അറ്റൻഡ് ചെയ്ത് ആകെ ഷോക്കാവുന്നു. സംഭവം അവളുടെ മുത്തശ്ശിക്ക് വയ്യാണ്ടായിരിക്കുന്നു. അവൾ മുത്തശ്ശിയെ കാണാൻ പോകാൻ നേരം രാജകുമാരനും കൂടെ പോവാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്ത് അവളുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ മുത്തശ്ശിയും സഹായത്തിന് ഒരാളും ഉണ്ട്. മുത്തശ്ശിക്ക് വയ്യാതിരിക്കുന്നത് കണ്ട് ഇവൾക്ക് ആകെ സങ്കടാവുന്നു. കാരണം കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മരിച്ച ഇവളെ മുത്തശ്ശിയാണ് എല്ലാം നോക്കി വളർത്തിയത്. അങ്ങനെ അവിടെ 2-3 ദിവസം മുത്തശ്ശിയുടെ കൂടെ താമസിക്കാനായി യു തീരുമാനിക്കുന്നു. കൂടെ രാജകുമാരനുമുണ്ട്. ഈ ഒരു സമയം ഒരു പയ്യന്റെ കൂടെ ചെറുമകൾ വന്നത് കണ്ട് മുത്തശ്ശി വളരെ ഹാപ്പിയാണ്. കാരണം തന്റെ കണ്ണടയുന്നതിന് മുന്നേ അവളുടെ കല്യാണം നടന്ന് കാണാൻ മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നേരിട്ട് അവളോട് പറയുമ്പോൾ അവൾ മൈൻഡ് ആക്കാത്തത് കൊണ്ട് അവള് ഒരാവശ്യത്തിന് പുറത്തു പോയ നേരത്ത് വീട്ടിലുള്ള കൊച്ചുമകളുടെ കൂടെ വന്ന പയ്യൻ, അതായത് നമ്മുടെ രാജകുമാരനോട് മുത്തശ്ശി എന്റെ കൊച്ചുമകളെ നന്നായി നോക്കണം, മോനെ കണ്ടാലേ അറിയാം മോൻ നല്ല പയ്യനാണെന്ന്, അവളെ പൊന്നുപോലെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെന്റിമെന്റലായി സംസാരിക്കുമ്പോൾ രാജകുമാരനും അത് വളരെ ഫീൽ ആകുന്നു. ഓൾറെഡി യുവിനോട് ഇഷ്ടമുള്ള രാജകുമാരൻ ഇന്ന് അവളെ പ്രപ്പോസ് ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഗ്രാമം ചുറ്റി കാണാനായി പോയി ഒരു സ്ഥലത്തുള്ള സമയം അവിടെ വെച്ച് അവളെ കിസ് ചെയ്ത് രാജകുമാരൻ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുന്നു. ഇവളി കിസ്സും പ്രപ്പോസലും പ്രതീക്ഷിക്കാതെ നിന്നത് കൊണ്ട് തന്നെ ആകെ ഷോക്കാവുന്നു. ഇവളിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് രാജകുമാരൻ ഞാൻ ചെയ്തത് തെറ്റാണ്, നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാപ്പെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ആര് പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവള് രാജകുമാരനെ കെട്ടിപ്പിടിക്കുന്നു. കൂടാതെ എത്തി വലിഞ്ഞ ഒരുവിധം അദ്ദേഹത്തെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചിവർ പോകാനായി നിൽക്കുന്ന സമയം മുത്തശ്ശി അവൾക്കൊരു കവർ കൊടുക്കുന്നുണ്ട്. തിരിച്ചു പോകാനായി വണ്ടിയിൽ കയറി കഴിഞ്ഞാണ് യു ആ കവർ തുറന്നു നോക്കുന്നത്. അതിൽ മുത്തശ്ശി ഒരു കുറിപ്പും കുറച്ച് ക്യാഷും വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്കായി നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടി
കൂട്ടി വെച്ച ക്യാഷ് ഇത് നിനക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടും. നീ ഹാപ്പിയായി ആ പയ്യന്റെ കൂടെ ജീവിക്കണം. നല്ലൊരു പയ്യനെയാണ് നീ കണ്ടുപിടിച്ചിരിക്കുന്നത്. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് വായിച്ച് ഇവൾക്ക് വളരെ സങ്കടാവുന്നു. അങ്ങനെ എന്തായാലും ഇവർ തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് രാജകുമാരന്റെ കാലത്തേക്ക് എത്തുന്നു. അവിടെ അങ്ങനെ അവർ ഹാപ്പി ഇരിക്കുന്ന ഒരു സമയത്താണ് അവിടേക്ക് രാജകുമാരന്റെ ഒരു സഹോദരൻ എത്തുന്നത്. ഇത് രാജകുമാരന്റെ സ്വന്തം സഹോദരനാണോ അതോ സ്റ്റെപ്പ് ബ്രദർ ആണോ എന്നറിയില്ല. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷമാണ് അയാൾ ഇപ്പൊ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. കൊട്ടാരത്തിൽ വന്നപാടെ കൊട്ടാരത്തിലെ തോഴിമാരൊക്കെ സാധാരണ രാജകുമാരനെ കണ്ട മണങ്ങുന്നതിന് പകരം ഇപ്പൊ ഹായ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. കൂടാതെ അവരുടെ കഴുത്തിൽ എന്തോ തൂക്കിയിട്ടിരിക്കുന്നു, അതായത് നമ്മുടെ ID കാർഡ് തൂക്കിയിട്ടിരിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞ് കണ്ണാടി വെച്ചിരിക്കുന്നു. തലമുടി കെട്ടിയേക്കുന്ന രീതി മാറിയിരിക്കുന്നു. അങ്ങനെ അടിമുടി പല മാറ്റങ്ങൾ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന ഈ ലിൻ എന്ന രാജകുമാരൻ എന്താ ഇതെന്ന് അവരോട് തിരക്കുമ്പോൾ ഇതെല്ലാം ഏഞ്ചൽ രാജകുമാരിയുടെ വരവോടുകൂടി നടന്ന മാറ്റങ്ങളാണെന്ന് അവര് പറയുന്നു. ഏഞ്ചൽ രാജകുമാരിയോ ആരതെന്ന് ലിൻ തിരക്കുന്നു. അങ്ങനെ ഉടനെ തന്നെ യുവിന്റെ കൂടെ റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്ന രാജകുമാരന് വോക്കി ടോക്കില് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ മെസ്സേജ് വരുന്നു. അതായത് അനിയൻ വന്നിട്ടുണ്ട്, ഇതുപോലെ രാജകുമാരനെ കാണാനായി അങ്ങോട്ട് വരാനിരിക്കുകയാണെന്ന്. ഇവരിപ്പോ മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലൊക്കെ മാനേജ് ചെയ്താണ് നടത്തുന്നത്. ആരെങ്കിലും വന്നാല് ഈ റൂമിലെ കാര്യങ്ങൾ കാണും എന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും റൂമിന്റെ അങ്ങോട്ടേക്ക് വന്ന ഇൻഫർമേഷൻ തരണമെന്ന് പറഞ്ഞ് ഈ വോക്കി ടോക്കി തന്റെ സ്റ്റാഫിന് രാജകുമാരൻ കൊടുത്തതായിരുന്നു. അങ്ങനെ രാജകുമാരൻ അനിയൻ അകത്തേക്ക് കടന്നു വരുന്നതിന് മുന്നേ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നു. കൂടാതെ യുവിനെ കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. യു ആണെങ്കിൽ ആ സമയത്ത് ഒരു രാജകുമാരിയുടെ ലുക്കിലേ ആയിരുന്നില്ല. നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഇതോ രാജകുമാരിയോ, എന്തായാലും പറഞ്ഞത് കേട്ടപ്പോ ഏതാണ്ട് വലിയ സംഭവമാണെന്നാണല്ലോ താൻ കരുതിയതെന്ന മട്ടിൽ ലിന്നു അന്തം വിട്ട് യുവിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ലിൻ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ റൂമിലേക്ക് എത്തി. ഇന്ന് യുവിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാവുന്ന രാജകുമാരൻ അവൾക്ക് ഒരു സർപ്രൈസ് ആയി കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അവള് ചോദിക്കുമ്പോൾ മുത്തശ്ശിയെ കണ്ടിരുന്നല്ലോ, മുത്തശ്ശി പറഞ്ഞു തന്നതായിരുന്നു എന്ന് രാജകുമാരൻ പറയാണ്. കൂടാതെ ഇവരങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായി ഒക്കെ ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് ഷായും ഫെറിയും കൂടി എത്തുന്നത്. അങ്ങനെ 4 പേരും കൂടി യുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ സമയം അപ്രതീക്ഷിതമായി അവിടെ ചുവരിൽ ഒരു ഇടിവ് പോലെ സംഭവിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും പേടിക്കുന്നുണ്ട്. എന്താ ഇതിപ്പോ 2ാമത്തെ 3ാമത്തെ തവണയാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താ നടക്കുന്നതെന്ന് എല്ലാവരും പാനിക് ആകുമ്പോൾ ഷാ ഒരു കാര്യം പറയുന്നു. യഥാർത്ഥത്തിൽ ഷാ കണ്ടുപിടിച്ച ആ ഒരു ചെടിയുടെ രൂപത്തിലുള്ള ടൈം മെഷീനും കൊണ്ടാണല്ലോ ഇങ്ങനെ കാര്യങ്ങൾ നടന്നത്. ഷാ അത് ഉപയോഗിച്ചാണ് ഈ ഹിസ്റ്റോറിക്കൽ വേൾഡിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നത്. കൂടാതെ ആ ഒരു ചെടി ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് റൂമിലെത്തിയ സമയത്ത് ഇടിമിന്നൽ അടിച്ചപ്പോഴാണ് യുവും ഇതുപോലെ ടൈം ട്രാവൽ ചെയ്തത്. കൂടാതെ ഇടയ്ക്ക് വെച്ച് അത് രാജകുമാരൻ ഷായെ ഉപദ്രവിക്കാൻ നോക്കുന്ന സമയം ഷായുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുകയും ചെയ്തിരുന്നു. ആ ഒരു പൊട്ടിയതിന് ശേഷമാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചുവർ ഇങ്ങനെ ആവുന്നത്. അപ്പോ ആ ഒരു ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിക്കാനായി തന്റെ കൂടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് ഷാ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ അവരിതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഈ ടൈം ട്രാവൽ മെഷീൻ അന്ന് താഴെ വീണ സമയത്ത് കേടുപാട് പറ്റി. അതുകൊണ്ട് ഇതിനി ഒരാഴ്ചയും കൂടിയേ വർക്ക് ചെയ്യൂ. ആ സമയത്ത് നമ്മൾ ഏത് വേൾഡിലാണോ ഉള്ളത് അവിടെ തന്നെ പിന്നീട് കുടുങ്ങിപ്പോവും. അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അതായത് ഷാ ഇപ്പോൾ ആ സമയത്ത് ഹിസ്റ്റോറിക്കൽ വേൾഡിലാണെങ്കിൽ ഷാ അവിടെ തന്നെ പെട്ടുപോകും. തിരിച്ച് മോഡേൺ വേൾഡിലേക്ക് വരാൻ കഴിയില്ല എന്ന്. ഇത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും എല്ലാവർക്കും വലിയ ടെൻഷൻ. കാരണം ഒരാഴ്ചയും കൂടി ഉള്ളൂ. അതിനുള്ളിൽ ഏത് വേൾഡിലാണ് നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമെന്ന് തീരുമാനിച്ച് അവിടെ നിന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയും. ഫെറി ആണെങ്കിൽ ഇത് കേട്ടപാടെ എനിക്കിപ്പോ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ച് ഷായോട് ഭയങ്കര കരച്ചില്. ഈ ടീം ഷാ ഫെറിക്ക് വേണ്ടി മോഡേൺ വേൾഡ് ഉപയോഗിച്ച് ഹിസ്റ്റോറിക്കൽ വേൾഡിൽ അവളുടെ കൂടെ താമസിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ രാജകുമാരനും യുവും വളരെ കൺഫ്യൂഷനിലാണ്. കാരണം അദ്ദേഹം രാജകുമാരനായതുകൊണ്ട് തന്നെ ആ പദവി ഉപേക്ഷിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ജനങ്ങളെ ഓർത്ത് പോകാനായി മനസ്സനുവദിക്കില്ല. യുവിനാകട്ടെ അവളുടെ മുത്തശ്ശി ഉപയോഗിച്ച് അവളുടെ മുത്തശ്ശിയെ ഉപേക്ഷിച്ച് മോഡേൺ വേൾഡ് വിട്ട് വരാനും കഴിയില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും ഇടയിൽ വലിയ കൺഫ്യൂഷൻ. ഞാനൊന്ന് കുറച്ചു നേരം തനിയെ ഇരുന്നിട്ട് വരാമെന്നും പറഞ്ഞ് യു പുറത്തേക്ക് പോകുന്നു. അവളങ്ങനെ അവിടെ ഒരു ഭാഗത്ത് തനിയിരിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ലിൻ ആദ്യം അവളുടെ അടുത്ത് വന്ന് കാഷ്വലായി സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മോശമായി പെരുമാറാനായി നോക്കുന്നു. അതായത് പ്രണയമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്ന പോലെയൊക്കെ പെരുമാറുന്നു. ഇത് മറിഞ്ഞു നിന്ന് ഒരു തോഴി ഫോട്ടോ എടുക്കുകയും അത് റാണിക്ക് കൊണ്ടേ കൊടുക്കുകയും ചെയ്യുന്നു. ഈ ക്യാമറ എല്ലാം യുവിന്റെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അത് അവൾക്ക് പാരയാവുന്ന രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ ഫോട്ടോ കൊട്ടാരത്തിൽ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തിച്ച് യുവിനെ മോശക്കാരിയാക്കാനായി റാണി ശ്രമിക്കുകയാണ്. കാരണം എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഇപ്പൊ കൊട്ടാരത്തിലെ വലിയ വലിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നല്ല രാജകുമാരിയാണ് യു. അങ്ങനെ ആളുകൾ ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ഭർത്താവിന്റെ അനിയനുമായിട്ട് ഇവക്ക് എന്താ ബന്ധം എന്നുള്ള രീതിയിൽ കുശുകുശുക്കാൻ തുടങ്ങുന്നു. ഇത് രാജകുമാരന്റെയും ചെവിയിൽ വരുന്നുണ്ട്. രാജകുമാരൻ ഈ കൊനിഷ്ഠ പറഞ്ഞു നടക്കുന്നവരെ കണക്കിന് തിരിച്ച് വഴക്ക് പറയുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം രാജഭരണത്തിന്റെ ചില ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അവിടേക്ക് സംസാരിക്കാനായി യു വരുന്നുണ്ടെങ്കിലും രാജകുമാരന് സംസാരിക്കാനായി സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇവർക്കിടയിൽ വീണ്ടും ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പോലൊക്കെ ആവുന്നു. ജോലി കഴിഞ്ഞ രാജകുമാരൻ യുവിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ മനഃപൂർവ്വം രാജകുമാരൻ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ യുവും പെരുമാറുന്നു. അങ്ങനെ അന്ന് ഇവർ രണ്ടുപേരും പരസ്പരം പിണങ്ങിയാണ് കിടക്കുന്നത്. പക്ഷെ രാജകുമാരൻ പലതവണ യുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവള് തിരിഞ്ഞു പോലും നോക്കാതെ തിരിഞ്ഞു കിടന്ന് കരയാണ്. അടുത്ത ദിവസം രാവിലെ രാജകുമാരൻ
ഉണരുമ്പോൾ അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്, പോയ ശേഷം ഒരു തീരുമാനവുമായി ഞാൻ വരാം, അന്ന് ഏത് വേൾഡിലാണ് എനിക്ക് നിൽക്കാൻ താല്പര്യമെന്ന് ഞാൻ പറയാമെന്ന്. ഇത് വായിച്ച രാജകുമാരൻ ഇവളിത് എവിടേക്കായിരിക്കും പോയിരിക്കുക എന്ന് ആലോചിക്കുന്നു. ഇതേ ടീം അവൾ എത്തിയിരിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശി ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാനായി അവൾക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ മുത്തശ്ശിയെ കാണാനായി എത്തി. ഇവളെ കണ്ടപാടെ മുത്തശ്ശി എന്തിയെ നമ്മുടെ ചെറുക്കൻ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ അവൾ മുത്തശ്ശി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാ സത്യം, അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിലെ ആളല്ല, അദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. മുത്തശ്ശി വിശ്വസിക്കില്ലെന്ന് കരുതി അവൾ പറയുമ്പോൾ മുത്തശ്ശി എല്ലാം തന്നെ വിശ്വസിക്കുന്നുണ്ട്. നീ എന്നെ ആലോചിച്ച് ഈ ഒരു നല്ല കാര്യം വേണ്ട എന്ന് വെക്കരുത്. ആളുകൾ അവരുടെ പ്രണയം സ്വന്താക്കാനായി എത്രത്തോളം ദൂരം യാത്ര ചെയ്തു പോകുന്നു, അപ്പോൾ നീ ടൈം ട്രാവൽ ചെയ്തു പോകുന്നതൊന്നും ഒരു തെറ്റല്ല എന്ന് മുത്തശ്ശി പറയുന്നു. പക്ഷെ മുത്തശ്ശി ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോകുമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാനും നിന്റെ കൂടെ വരാമെന്ന് മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴാണ് അവൾക്ക് സന്തോഷമാകുന്നത്. ഇതേ ടീം രാജകുമാരൻ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നു. തനിക്ക് യു ആണ് വലുത്, അതുകൊണ്ട് രാജ്യവും പദവിയും ഒക്കെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ മോഡേൺ വേൾഡിൽ പോയി താമസിക്കാം, അവൾക്ക് എന്തായാലും മുത്തശ്ശി ഇട്ടിട്ട് വരാൻ കഴിയില്ലല്ലോ എന്ന്. അതിനെപ്പറ്റി ഷായോട് രാജകുമാരൻ പറയുമ്പോൾ അപ്പോൾ അങ്ങയുടെ ഉത്തരവാദിത്തം അങ്ങ് ആരെ ഏൽപ്പിക്കും? അങ്ങയുടെ അനിയൻ അവൻ മഹാപെഴയ, അവനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്റെ വലിയ കമ്പനി എന്റെ വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചാണ് കുറച്ച് നാളത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്തിയത്. ഞാൻ പിന്നെ തിരിച്ചു പോയ സമയത്ത് അതെല്ലാം പൂട്ടിക്കെട്ടേണ്ട വൻ കടബാധ്യതയിലാണ് അവൻ എന്റെ കമ്പനിയെ കൊണ്ടുവന്നാക്കിയത്. അതുകൊണ്ടാണ് യു ഉൾപ്പെടെ എന്റെ കമ്പനിയിൽ ജോലി ചെയ്ത പലരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതുപോലെ ഈ രാജ്യം അനിയനെ ഏൽപ്പിച്ച് അവൻ കുളം തോണ്ടി തരുമെന്നെല്ലാം ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ രാജകുമാരന് മനസ്സിനൊരു വല്ലായ്മയുണ്ട്. കാരണം തന്നെ വിശ്വസിച്ച് ഒരുപാട് പ്രജകൾ ഇവിടെ ഉള്ളതാണ്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യു എത്തുന്നത്. അവൾ താൻ രാജകുമാരന്റെ ലോകത്ത് നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. രാജകുമാരന് സന്തോഷമാവുന്നുണ്ടെങ്കിലും അപ്പോൾ മുത്തശ്ശിയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും വരുമെന്ന് അവൾ പറയുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുകയാണ്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്യുന്ന പോർട്ടൽ ക്ലോസ് ആകുന്ന അവസാന ദിവസം വന്നെത്തുന്നു. അന്ന് വൈകിട്ട് 5 മണിക്കാണ് പോർട്ടൽ ക്ലോസ് ആവുന്നത്. പിന്നീട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് രാജകുമാരന്റെ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ച യു അവളുടെ സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മുത്തശ്ശിയെ വിളിക്കാനായി പോകണം. ആ സമയത്തെല്ലാം രാജകുമാരന്റെ നോട്ടം ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല രാജകുമാര, കാരണം അവിടെ കറണ്ട് ഇല്ലല്ലോ എന്ന് യു രാജകുമാരനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത്. മുത്തശ്ശിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായി അറിഞ്ഞ പാടെ അവൾ രാജകുമാരന്റെ അടുത്ത് നിന്ന് മുത്തശ്ശിയെ കാണാനായി പുറപ്പെടുന്നു. മുന്നത്തെ പോലെ ആയിരുന്നില്ല, മുത്തശ്ശി ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി അവളോട് മുത്തശ്ശിയോട് പിണങ്ങരുത്, മുത്തശ്ശിക്ക് മോളുടെ ലോകത്തേക്ക് വരാൻ കഴിയില്ല, മുത്തശ്ശിന്റെ ലോകത്തേക്ക് പോവാ, മോള് ഹാപ്പിയായി തിരിച്ചുപോയി വാങ്ങിന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കുന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശി ഇല്ലാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. മുത്തശ്ശി കുറെ നാളായിട്ട് കാത്തിരിക്കുക, എത്ര നാളാന്ന് പറഞ്ഞ ഇനിയും കാത്തിരിപ്പിക്കുന്നത്, അതുകൊണ്ട് മുത്തശ്ശി പോവാ, മുത്തശ്ശിക്ക് ഇനി അധികം നേരമൊന്നുമില്ല, മോളും വേഗം പോ, സമയം കഴിയുന്നതിന് മുന്നേ വാങ്ങിന്റെ അടുത്തേക്ക് പോ, അവൻ നല്ല പയ്യനാ, നിന്നെ നന്നായി അവൻ നോക്കുന്നു. അവനെ കണ്ടപ്പോഴേ മുത്തശ്ശിക്ക് മനസ്സിലായെന്നല്ല മുത്തശ്ശി പറഞ്ഞ് അവളെ യാത്രയാക്കുന്നു. അങ്ങനെ മുത്തശ്ശി നിർബന്ധിക്കുമ്പോൾ അവളും നിറകണ്ണുകളോടെ മുത്തശ്ശിയെ അവിടെയാക്കി തിരികെ പോകാനായി മാക്സിമം സ്പീഡിൽ ഓടുന്നുണ്ടെങ്കിലും സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതേ ടീം എന്താ യു വരാത്തതെന്ന് ഷായും ഫെറിയും ടെൻഷൻ ആവുമ്പോൾ യു വരുമെന്ന വളരെ കോൺഫിഡൻസിൽ തന്നെയാണ് അവിടെ രാജകുമാരൻ ഇരിക്കുന്നത്. യു വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. അവളിപ്പോ എത്തുമ്പോൾ അവളുടെ റൂം ആ ഒരു ടൈം ട്രാവൽ നടക്കുന്നതിന് മുന്നേ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെയാണുള്ളത്. എല്ലാം കഴിഞ്ഞു, എല്ലാരും പോയി, തനിക്ക് രാജകുമാരനെ നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന സമയം അങ്ങോട്ടേക്ക് രാജകുമാരൻ കതക് തുറന്നെത്താണ്. രാജകുമാരൻ പോയില്ലായിരുന്നു എന്ന് അവള് ചോദിക്കുമ്പോൾ നീ വരാതെ ഞാൻ എങ്ങനെ അവിടെ സമാധാനത്തിരിക്കും, അതുകൊണ്ട് നീ വരില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു നിമിഷത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് രാജകുമാരൻ പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. അപ്പോൾ രാജപദവി രാജഭരണം അതൊക്കെ എങ്ങനെയാണെന്ന് അവള് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ ഷായെ ഏൽപ്പിച്ചു. എന്റെ അമ്മയ്ക്ക് അവരുടെ സഹോദരന്റെ മകളായ ഫെറി രാജകുമാരി ആകണമെന്നതായിരുന്നു ആഗ്രഹം. അതേപോലെ ഷായയും പടത്തലവൻ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വലിയ കാര്യമാണ്. ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി ഷായെ രാജാവാക്കിയും ഷായെ കല്യാണം കഴിച്ച ഫെറി രാജകുമാരിയായും അവിടെ ജീവിക്കും. അവർ രാജ്യം നന്നായി ഭരിക്കും. അതിനുവേണ്ട കാര്യങ്ങൾ അവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് രാജകുമാരൻ പറയുന്നു. രാജകുമാരൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഹാപ്പിയായി രാജ്യം ഭരിച്ച് ഷായും ഫെറിയും താമസിക്കുന്നു. ഇതേ സമയം ഇപ്പുറത്ത് മോഡേൺ വേൾഡിലുള്ള രാജകുമാരനെ ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ പണിക്ക് പോകണം, അതിന് എന്തെങ്കിലുമൊക്കെ അറിയണം. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്നു പറഞ്ഞ് കണക്കിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ ഒക്കെ ഒരു 8 ബുക്ക് യു പഠിക്കാനായി കൊടുക്കുന്നു. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവള് രാജകുമാരനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് രാജകുമാരൻ എഴുന്നേറ്റ് വന്ന് അവളെ കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരാൾ എത്തുന്നത്. വാങ് എന്ന ഫേമസ് K-pop ഐഡലായി വേഷം കെട്ടി നാട്ടുകാരെ പറ്റിക്കുന്ന ഒരാളല്ലേ നിങ്ങൾക്കെതിരെയും നിങ്ങളെ കൊണ്ടു നടക്കുന്ന ഈ പെണ്ണിനെതിരെയും കേസ് കൊടുക്കാൻ പോവാണെന്ന് അയാൾ പറയുമ്പോൾ എന്താ ഈ സംഭവം എന്ന് മനസ്സിലാവാതെ അവര് പകച്ചു നിൽക്കുന്നു. കാരണം മുന്നേ നടന്ന ആ പാർട്ടിക്കിടയിൽ വാങ് ആണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തൊക്കെ ഇവരങ്ങ് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് K-pop ഐഡൽ വാങ് എത്തുന്നത്. വാങ്ങിനെ കണ്ടപാടെ അയാളുടെ കട്ട ആരാധികയായ യു വാങ്
വാങ്ങോ എന്ന് പറഞ്ഞ് വാ പൊളിച്ച് നോക്കി നിൽക്കാണ്. ഈ ടൈം ഇതേ വാങ്ങിന്റെ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇപ്പുറത്ത് നിൽക്കുന്ന രാജകുമാരൻ കഷ്ടപ്പെട്ട് ടൈം ട്രാവൽ ചെയ്ത് രാജ്യവും വേണ്ട പദവിയും വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് തന്നെ ഇവള് തേച്ചിട്ട് പോകുമോ എന്ന മട്ടില് അവളെ അന്തം വിട്ട് നോക്കി നിൽക്കാണ്. അങ്ങനെ അതോടുകൂടി ഈ രാജകുമാരന്റെയും ഈ പാവം പെൺകുട്ടിയുടെയും റൊമാൻറ്റിക് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇതിനുശേഷവും മുന്നത്തെ പോലെ തന്നെ ഇവരുടെ ജീവിതം നല്ല രസകരമായി തന്നെ പോകുമെന്നത് തീർച്ച. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.